പ്രത്യേകിച്ച് ശവ്വാൽ വരുമ്പോൾ അഹ്ലുസുന്നയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മാസം കൂടിയാണ്. അതെന്താ? മഹാനായ ശൈഖുൽ മശായിഖ് റഈസുൽ മഹ്ബൂബീൻ അശ്ശൈഖ് മുഹമ്മദ് അബൂബക്കർ വലിയുല്ലാഹിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ ഉറൂസിൻ്റെ മാസമാണ് ശവ്വാൽ. ശവ്വാൽ 4-നാണല്ലോ അവരുടെ വഫാത്ത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഉറൂസ് നമ്മളിലേക്ക് അതിൻ്റെ മാസം കടന്നു വരുമ്പോൾ അതിനുവേണ്ടി ആ മാസം ശൈഖുനെക്കുറിച്ച് പറയാൻ, അവിടുത്തെ കറാമത്തുകൾ പറയാൻ, അവിടുത്തെ വലിയ വലിയ സ്ഥാനങ്ങൾ പറയാൻ, ഔലിയാക്കന്മാരെക്കുറിച്ച് പഠിക്കാൻ, മശായിഖന്മാരുടെ വഴി പഠിക്കാൻ, ഇതിനൊക്കെയുള്ള നല്ലൊരു അവസരമാണ് ശവ്വാൽ മാസം. റബീഉൽ അവ്വൽ വരുമ്പോൾ വഹാബികൾക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതുപോലെ ശവ്വാൽ വരുമ്പോഴും ഇന്ന് പലർക്കും ബേജാറാണ്. ഇനിയൊരു മാസക്കാലം മുഴുവനും ശൈഖുനായുടെ മൗലിദുകളും കറാമത്തുകളും അവരത്തെ സംബന്ധിച്ചുള്ള വഅദുകളുമൊക്കെയാണല്ലോ നടന്നുകൊണ്ടിരിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം റമദാൻ വിട പറയുമ്പോൾ വലിയ വിഷമമുണ്ട്, പ്രയാസമുണ്ട്. വെള്ളിയാഴ്ച മിമ്പറുകളിൽ നിന്ന് റമദാനു ഷരീഫിന് സലാം പറഞ്ഞ് അസ്സലാമു അലൈക യാ ഷഹ്റ റമദാൻ, റമദാനു ഷരീഫിനെ വിളിച്ച് സലാം പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ ശബ്ദം ഇടറാറുണ്ട്. വേദനയോടെ നമ്മൾ റമദാനിനെ യാത്രയാക്കുമ്പോൾ നമ്മുടെ മനസ്സ് പിടയാറുണ്ട്. അള്ളാഹു അനുഗ്രഹിച്ച ഒരു മാസത്തിൻ്റെ വിട പറയൽ അതത്രയും ഭയങ്കരമാണ്. പിന്നെ നമുക്കൊരു സമാധാനം, അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈദുൽ ഫിത്റിലേക്ക് വരുന്നു. അതും പുണ്യമായ ദിവസം, സന്തോഷിക്കാൻ വേണ്ടി അള്ളാഹു പ്രത്യേകം തന്ന ദിവസം. അതോടൊപ്പം നമ്മുടെ നാട്ടിലേക്ക് മുജദ്ദിദായി, വലിയ മഹാനായി, പരിഷ്കർത്താവായി, സുൽത്താനുൽ ഔലിയ ആയി, ഖുതുബുൽ ആലമായി, ഖുതുബുൽ ഔലിയ ആയി, വാരിസെ റസൂലായി നമ്മളിലേക്ക് കടന്നു വന്ന ശൈഖുൽ മശായിഖ് ശൈഖ് മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ ഉറൂസിൻ്റെ മാസം എന്ന നിലക്ക് ഔലിയാക്കന്മാരെക്കുറിച്ച് പഠിക്കാനും ശൈഖുന നമുക്ക് പറഞ്ഞു തന്ന ഉപദേശങ്ങൾ കേൾക്കാനും ഇന്ന് ഹയാത്തിലുള്ള മശായിഖിൻ്റെ കൂടെ കൂടി ആ വഴിയിലാണ് നമ്മളെന്ന് ഉറപ്പുവരുത്താനുമുള്ള നല്ല സമയങ്ങളാണ്, സന്ദർഭങ്ങളാണ് നമുക്ക് കടന്നു വരുന്നത്. ഇൻഷാ അള്ളാഹ് നമുക്ക് കടന്നു വരുന്ന മാസവും മശായിഖന്മാരുടെ മദ്ഹിലായി, അവരെക്കുറിച്ചുള്ള ഓർമ്മകളിലായി, അവരുടെ വഴിയിൽ നമ്മളുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന നമ്മുടെ ശ്രമങ്ങളിലായി നമുക്ക് മുന്നോട്ട് പോകാം.